സ്ട്രീറ്റ് ഫുഡ് അത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ സ്ട്രീറ്റ് ഫുഡിൽ വന്ന് ആരെങ്കിലും ബ്ലീച്ചിങ് പൗഡർ ഇട്ടാലോ എന്തായിരിക്കും അവസ്ഥ? അതെ, സംഭവം ഡെൻവർ കൊളറാഡോയിലാണ്. ഡെൻവർ പബ്ലിക് സേഫ്റ്റി ആൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷനിലെ വനിതാ ഇൻസ്പെക്ടറാണ് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് നടത്തുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് തെരുവ് ഭക്ഷണശാലയിൽ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടത്. വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉടമ, ആ തെരുവ് ഭക്ഷണശാലയുടെ ഉടമ ഭക്ഷണശാലയുടെ പരിസരം കൃത്യമായി സൂക്ഷിക്കുന്നില്ല. നന്നായി വൃത്തിഹീനമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ഓൾറെഡി 3-4 പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വക. പക്ഷേ എന്നിട്ടും അദ്ദേഹം ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഒരു വാണിംഗ് കൊടുത്തിട്ടും അദ്ദേഹം കണക്കാക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഗവൺമെൻറ് ഈ നീക്കം ആരംഭിച്ചത്. ഫുഡിൻ്റെ അടുത്ത് വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഫുഡിൽ തന്നെ ഇട്ടെന്ന് പറയാം. തുടർന്ന് അത് വൈറലായി പോവുകയും ചെയ്തു. ടാക്കോസ്റ്റ കൊളറാഡോ എന്ന ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയ്ക്കെതിരെയായിരുന്നു ഈ പുതിയ നീക്കം. 5 തവണ, കൃത്യമായി പറഞ്ഞാൽ 5 തവണയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെൻവർ പബ്ലിക് ആൻഡ് ഹെൽത്ത് സേഫ്റ്റി കമ്മീഷൻ ഇദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ എന്നിട്ടും അവർ അത് പരിഗണിച്ചില്ല. എന്നാൽ ഇൻസ്പെക്ഷൻ എത്തുന്ന സമയത്താണെങ്കിലോ ഉടമസ്ഥരും പണിക്കാരും അവിടുന്ന് സ്ഥലം വിടുകയാണ് പതിവ്. എന്നാൽ ഇപ്രാവശ്യം അതിനുള്ള ചാൻസ് അവർക്ക് കിട്ടിയില്ല. അവർ വന്ന സമയത്ത് പണിക്കാരും ഉടമസ്ഥരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇവരെന്താ ചെയ്തത്? അത് ഒരു വനിതാ ഉദ്യോഗസ്ഥ ഫുഡിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ആ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കാനോ വീണ്ടും കഴിക്കാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനോ പറ്റാതിരിക്കണം. കാരണം അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി സമൂഹത്തിന് നന്മയല്ല ചെയ്യുന്നത്, തിന്മയാണ് ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ മാലിന്യം കൂമ്പാരം കൂടിയിട്ട് പരിസരബോധം ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ട് ഇവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇങ്ങനെ മാലിന്യം കൂടുന്നതിനനുസരിച്ചിട്ട് പൊതുജനാരോഗ്യത്തിനും ഹാനികരമായി അത് ബാധിക്കുമെന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെൻവർ ഹോസ്പിറ്റാലിറ്റി ടീം അറിയിച്ചു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ളൊരു കെമിക്കൽ ഭക്ഷണത്തിൽ കലർത്തുന്നത് നല്ലതാണോ? അത് മോശമായ പ്രവൃത്തിയാണെന്ന് ചിലർ ആരോപിക്കുമ്പോൾ ഇത്തരത്തിൽ റൂൾസ് തെറ്റിക്കുന്നവരെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിനെതിരെ നിങ്ങളുടെ കമൻസ്, അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു.